ഹായ് ചേട്ടാ, കാലിക്കറ്റിൽ നിന്ന് വരുന്നു. അതെ, എന്തുകൊണ്ട് വിശേഷം അവിടെ? നല്ല വിശേഷങ്ങൾ, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഇന്ന് പെർഫോം ചെയ്യാൻ റെഡി ആയിട്ട് വന്നിരിക്കുവാണ്. അതെ, തീർച്ചയായിട്ടും. എന്നാ ചെയ്യുന്നേ? ഇത് സ്പോട്ട് പാട്ട്. ഓക്കെ. സിദ്ധു ശ്രീറാം എന്ന സിംഗറിന്റെ കുറച്ച് ട്രിബ്യൂട്ട്. ശ്രീറാമിന്റെ സൂപ്പർ ആയിരിക്കും. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു. നമ്മുടെ യങ് ജനറേഷന് കുറച്ചും കൂടെ പുള്ളിക്കാരന്റെ സോങ്സ് ഒക്കെ ഭയങ്കര, ആ വോയിസ് ആണെങ്കിലും അല്ലെങ്കിൽ പാടി വരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും പൊളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറുവാർത്ത പേസാത മടി மீது நீ தூங்கிடு, இமை போல நான் காக்க கனவானே மாறிடு, மயில் தோகை போலே விரல் உன்னை வருடும், மனபாடமாய் உரையாடல் நிகழும், விழிநீரும் வீணாக இமை தாண்ட கூடாதன துளியாக நான் சேர்ப்பேன், கடலாக கண்ணானதே மறந்தாலும் நான் உன்னை நினைக்காத நாளில்லையே, பிரிந்தாலும் என் அன்பு ஒருபோதும் பொய்யில்லையே, கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சே பொன்னான கையால் பூ போல நீவவா, நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா, நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா, தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா, ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரே ராரோ 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 ஆராரிராரோ. மறுவார்த்து பேசாத மடி மீது நீ தூங்கிடு, இமை போல நான் காக்க கனவாய் நீ மாறிடு, மயில் தோகை போலே விரலுன்னை வருடும், மனபாடமாய் உரையாடல் நிகழும், விழிநீரும் வீணாக இமை தாண்ட கூடாதன துளியாக நான் சேர்ப்பேன், கடலாக கண்ணானதே மறந்தாலும் நான் உன்னை நினைக்காத நாளில்லையே, பிரிந்தாலும் என் அன்பு ஒருபோதும் பொய்யில்லையே. ഗംഭീരായിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടു. അസാധ്യമായിരുന്നു. എവിടെയാ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? ഞങ്ങള് കോഴിക്കോട് വെള്ളിപ്പറമ്പ് എന്ന സ്ഥലത്ത്. അത് മെഡിക്കൽ കോളേജിന് അടുത്ത്. ബാപ്പു വെള്ളിപ്പറമ്പിന്റെ? അതെ, ബാപ്പുക്കിന്റെ. ഞാൻ വെള്ളിമാട് കുന്നാ. ഞങ്ങൾക്ക് തമ്മിലൊരു വെള്ളിയും എന്തോ ഉണ്ട്. ഞാൻ മാങ്കാവാ. പക്ഷെ ഇവിടെ മാത്രമേ വെള്ളിയുള്ളൂ. അവിടെ നന്നായിട്ട് പാടുന്നുണ്ട്. അവിടെ സ്വർണ്ണം. അല്ല, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നാള്? അല്ലേ, എവിടെയായിരുന്നു? പാടാറുണ്ടോ അവിടെ? പ്രൊഫഷണൽ സിംഗറാണ്. അവിടെ ഏത് ട്രൂപ്പിന്റെ കൂടെ പോകും? അത് ട്യൂൺസ് എന്ന ട്രൂപ്പ് ഉണ്ടായിരുന്നു മുമ്പേ. പിന്നെ അങ്ങനെ ട്രൂപ്പായിട്ടില്ല. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ പോകുന്നത്. ആണോ? പ്രോഗ്രാം ചെയ്യാറുണ്ടോ അവിടെ? നമ്മുടെ ട്രൂപ്പിലെടുത്താലും. അല്ലെ, മറ്റേ ഇതില് ലാലേട്ടൻ ഇതിന്റെ അകത്ത് ചോദിക്കുമ്പോൾ പോരുന്നു എന്റെ കൂടെ. വലിയൊരു ആഗ്രഹമാണ്. അല്ല, കാര്യമായിട്ട് വെച്ചാ നമ്മളുടെ ഷോയ്ക്ക് അടിപൊളി അടിപൊളി.
പൊന്നാണ നെഞ്ചേ പൊന്നാണ കയ്യാൽ കാര്യമായിട്ട് ഞാനൊരു കാര്യം നമ്മുടെ എല്ലാ ഷോയ്ക്കും ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇക്ക ഇങ്ങനെ ഒരു കാര്യം ഇവിടുന്ന് പറയും. ഇക്ക പറഞ്ഞിട്ടുണ്ടോ ഉറപ്പില്ലാത്ത ഒരു കാര്യം ഇല്ല. അല്ല അതല്ല, ഇത് നന്നായിട്ട് വിറ്റ് പോവും. ഫസ്റ്റ് ടൈം ഇത് ചെലവാവും. ഇത് youngsters-നെ പിടിക്കും. അല്ല ഇക്കയ്ക്ക് തോന്നി ഹി ഡിസേർവ് ദിസ്. അതുകൊണ്ടാണ് ഇക്ക അതാണ് ഇക്ക. അല്ല ഞാൻ അതുകൊണ്ടാണ് വേറെ ഇവനൊക്കെ കയറി ചാടി വീണതിന് മുമ്പ് ഞാൻ കൺഗ്രാചുലേഷൻ അളിയാ, ഇനി അങ്ങോട്ടേക്ക് ഒരു പോക്കാണ്. സന്തോഷായില്ലേ? എനിക്ക് അതിലേറെ സന്തോഷമായി. ഇല്ല ചേട്ടാ, ഇക്ക ഗ്യാപ്പ് കിട്ടുമ്പോ ഞങ്ങളുടെ കൂടെ വന്നാൽ ഫ്രീ ആണെങ്കിൽ. സൂപ്പർ. ശരിക്കും ജോലി എന്താ ചെയ്യണെന്നാ പറഞ്ഞേ? പെയിന്റിങ് പോളിഷിന്റെ വർക്കാണ്. സൂപ്പർ. ഇക്ക ശ്രീറാമിന്റെ അടുത്ത് പോയിട്ട് പാടിക്കാൻ പറ്റാത്ത അവരെ കൊണ്ട് പാടിച്ച് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പക്ഷെ അത് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യരുത്, ഈ കഴിവ് മാത്രം നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഈ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ വരുന്ന പല അതേ സാധനങ്ങൾ സുഖമായിട്ട് തൊണ്ടയിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പാട്ടുകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കഴിവ്. അത് ഉപയോഗിക്കുക. സൂപ്പർ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒന്നും പറയല്ല, എന്നാ വെച്ചാൽ ഈ ഒരൊറ്റ പെർഫോമൻസോടെ അങ്ങയുടെ ഫാനായി മാറിയ. വാവ്, സൂപ്പർ. സ്പോട്ട് ഡബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിങ് അല്ലല്ലോ, പാട്ടല്ലേ. അത് വെറുതെ ആ അദ്ദേഹത്തിന്റെ ലിപ്പ് സിംഗാന്ന് മാത്രമല്ല, ആ സംഗതികളെല്ലാം വരുന്നതും ആ സുഖവും അദ്ദേഹം പാടുന്നത് എങ്ങനെയാണ്. ഇങ്ങനെ ഒരാളിവിടെ നിൽക്കും. ചേട്ടൻ വെറുതെ ഇത് കേട്ടോണ്ട് ഞങ്ങളെ പോലെ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കറക്റ്റ്. എന്താണെങ്കിലും ഈ ഒരു വേദിയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഡബിങ് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് പാടുന്ന ഒരു കലാകാരനെ കാണാൻ സാധിച്ചത് മനസ്സ് നിറഞ്ഞു. പ്രത്യേകിച്ച് അങ്ങ് ചെയ്ത ഈ ഒരു സെഗ്മെന്റ് അമൃത TV പുറത്തേക്ക് വിട്ടാൽ ഉറപ്പാണ് വൈറലാവും. അങ്ങനെക്ക് ഇനിയിപ്പോൾ നിലത്ത് നിൽക്കാൻ സമയമുണ്ടാവില്ല. ഒരുപാട് വേദികൾ വരും. അതിനു മുമ്പേ ബുദ്ധിമാനായ നാദിഷിക്ക ബുക്ക് ചെയ്തത് കൊണ്ട് ആ ഒരു വാക്ക് ഇവിടെ വെച്ച് കൊടുത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ പരിപാടിക്ക് പോകും. ബാക്കിയുള്ള സമയത്ത് മറ്റു പരിപാടികളും ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അല്ല, എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത് ഇനിയും തുടരട്ടെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ, മലയാള സിനിമയ്ക്ക് വേണ്ടി പാടാൻ അങ്ങേക്ക് കഴിയട്ടെ. എല്ലാ വിദ്യാർത്ഥികളും പെർഫോമൻസ് നടക്കുമ്പോഴേ അവിടെ സ്ക്രീൻ നോക്കി ഒന്ന് ഞെട്ടി ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു ഓരോ തവണ. അതെ, ഞെട്ടിലോടെ പറഞ്ഞോളൂ പറയാനുള്ളൂ. ശരിക്കും അഭിമാനപൂരിതമാണ് അന്തരംഗം. കോഴിക്കോടുകാരിയായി. അതെ, കാരണം എൻ്റെ നാട്ടുകാരൻ്റെ ജാതകം മാറുന്നത് നേരിട്ട് കാണാൻ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ എനിക്കൊരവസരം ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ ഇവിടെ വന്നതിലൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. നമുക്ക് ഓരോ സമയമുണ്ടല്ലോ ദാസ. അതെ. അപ്പൊ എന്തായാലും ചേട്ടാ, ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു സമ്മാനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇക്ക, യെസ്, ഇക്ക ഓൾറെഡി ഒരു വലിയ സമ്മാനം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വകയും ഒരു സമ്മാനം കൊടുക്കേണ്ടതാണ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ്.